ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. വോയിസ് കൊടുക്കാനുള്ളൊരു മടി കാരണമാണ് ഇത്ര ലേറ്റായത്. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദ് എത്തിയിട്ടുണ്ട്. സബർമതി സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. സബർമതി സ്റ്റേഷനിൽ നിന്ന് നമ്മൾ അഹമ്മദാബാദ് സ്റ്റേഷനിലേക്ക് പോയി. കാരണം നമുക്ക് ഇന്നൊരു ദിവസം കുറച്ചിട്ട് സമയം അഹമ്മദാബാദ് സ്പെൻഡ് ചെയ്യാൻ കിട്ടും. നമ്മുടെ അടുത്ത ട്രെയിന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് അഹമ്മദാബാദ് ഒന്ന് കറങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പം നമ്മൾ ലഗേജൊക്കെ മറ്റേ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ ക്ലോക്ക് റൂമിൽ വെച്ച് ഒരു ബസ്സിൽ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ഫ്ലവർ ഷോ കാണാനാണ് ഇറങ്ങുന്നത്. അഹമ്മദാബാദ് ഇൻ്റർനാഷണൽ ഫ്ലവർ ഷോ 2025 കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അഹമ്മദാബാദ് സിറ്റി നല്ലൊരു സിറ്റിയാണ്. നമുക്ക് നല്ല വൃത്തിയും നല്ല ഇതുമായിട്ട് എല്ലാ ഫെസിലിറ്റീസും ആയിട്ടുള്ള നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പം അടുത്ത ഫ്ലവർ ഷോ എല്ലാം അത്യാവശ്യം നന്നായിട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും നല്ല ഒരു അവരുടെ കൾച്ചറലായിട്ടും ട്രഡീഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലവർ ഷോ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാ രീതിയിലും നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഈ ഫ്ലവർ ഷോ നടക്കുന്നത് സബർമതി റിവർ ഫ്രണ്ട് പാർക്കിലാണ്. അപ്പോൾ അവിടെ ഇതെല്ലാം ഒരു നല്ല രീതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഫുഡ് കോർട്ടും ഇതിനോട് കൂടി ചേർന്ന് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അടൽ ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ അടൽ ബ്രിഡ്ജ് സബർമതി നദിക്ക് കുറുകെ ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ്. ഇത് വണ്ടികൾക്കൊന്നും ഉപയോഗിക്കുന്നതല്ല, നമ്മൾ നടന്ന് കാണാനായിട്ടുള്ളൊരു ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലത്തെ ഉണ്ടാക്കിയതാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ള ഒരു പാർക്കിലൊക്കെ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഔട്ട് ഗേറ്റ് അത് എൻട്രൻസ് ഗേറ്റ് ആണോന്നറിയില്ല, പക്ഷെ നന്നായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത